തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന സമിതിയിലുണ്ടായത് കടുത്ത വിമർശനമാണ്. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴും അത്തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് നിശിതമായ വിമർശനം ഉയർന്നിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുകൂടി സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി ചേർന്ന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ട് സംസ്ഥാന സമിതിയിലേക്ക് നൽകിയിട്ടുണ്ട്. രജിത് കുമാർ ചേരുകയാണ്. രജിത്, നേരത്തെ തന്നെ അണികളിലെ അതായത് താഴെത്തട്ടിലെ അണികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നു. ഈ കണ്ണൂരിലെ പടലപ്പിണക്കങ്ങൾ സംസ്ഥാന വ്യാപകമായി CPM-ന്റെ പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ള വിമർശനം കൂടി ഉയർന്നിട്ടുണ്ടല്ലോ. ഈ സംസ്ഥാന സമിതിയിൽ വന്ന മറ്റു വിമർശനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ 2 ദിവസമായാണ്, ഇന്നലെയാണ് സംസ്ഥാന സമിതി ഇന്നലെയും ഇന്നുമായാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നിരുന്നു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് അടിമുടി വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നിരുന്നു. അതിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതാണ്. അത് പ്രകാരമാണ് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയും ചേർന്ന് ഇന്നുകൂടി സംസ്ഥാന സമിതിയുണ്ട്. സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെ കൃത്യമായി തന്നെ വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സമിതിയിലേക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. അടിമുടി വീഴ്ച പാർട്ടിക്കുണ്ടായി എന്ന കാര്യമാണ് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ കലാപം തന്നെയാണ് സംസ്ഥാനത്തിന് വലിയൊരു തിരിച്ചടിയായി മാറിയത് എന്ന കാര്യം കൂടി ഈ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സമിതി ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതിയിലും ഇത്തരം വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വന്നു. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് PM ശ്രീ വിവാദവും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതായാണ് ഈ നേതാക്കൾ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് BJP-യുമായി ഈ PM ശ്രീ വിവാദം ഉയർത്തിക്കൊണ്ട് വന്നത് അക്കാര്യത്തിൽ ഒരു കൗശലത്തോടു കൂടിയുള്ള ഒരു ഇടപെടലാണ് CPI നടത്തിയത് എന്നാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ അത് ഒരു PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെയും തന്നെ UDF-ന് ശക്തി പകരുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ. കാര്യം BJP-യുമായി CPM-ന് ഒരു ഡീലുണ്ട് എന്നത് സംബന്ധിച്ച് ആരോപണം ശക്തിപ്പെടുത്തുന്നതിന് ഈ PM ശ്രീ വിവാദം പ്രധാനപ്പെട്ട കാര്യമായി മാറി എന്നാണ് യോഗത്തിൽ ആരോപണങ്ങൾ ഉയർന്നത്. ഒപ്പം തന്നെയാണ് കണ്ണൂരിലെ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനം PK ശ്യാമളയുടെയും അതുപോലെ തന്നെ K മൻസൂറിൻ്റെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വലിയ തിരിച്ചടിയായി മാറിയത് എന്ന വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് UDF-ലേക്ക് പോകുന്നു എന്ന ഒരു ആശങ്ക, അത് അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി വന്നത് ഈ തോൽവിക്ക് ആക്കം കൂട്ടി എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഇക്കാര്യത്തിലൊരു തുറന്ന ചർച്ച വേണം എന്നതാണ്. ആ തുറന്ന ചർച്ചയ്ക്കാണ് ഇപ്പോൾ 2 ദിവസത്തെ സംസ്ഥാന സമിതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ സംസ്ഥാന സമിതിയിൽ ഇക്കാര്യത്തിൽ ഒരു തുറന്ന ചർച്ച തന്നെ നടക്കുന്നുണ്ട് എന്ന കാര്യവും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഈ നേരത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ, ആ സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെ വിഷയങ്ങളാണോ ഉയർന്നു വന്നത് ആ റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ സംസ്ഥാന സമിതിയിലേക്ക് കൈമാറി സംസ്ഥാന സമിതി ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. താഴേക്കിടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു പാർട്ടി പ്ലീനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ തിരുത്തലുകളും നിർദ്ദേശങ്ങളും ഉണ്ടാകണം എന്ന ആവശ്യമാണ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ഇന്നും സംസ്ഥാന സമിതി തുടരും. കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെയാണ് ഇന്നലെയും ഇന്നുമായി സംസ്ഥാന സമിതി യോഗം തുടരുന്നത്.